ഹായ്, രാധാമാധവം 369ലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ? അതറിയാൻ വേണ്ടിയിട്ടുള്ള 5 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാക്കാം, ട്വിൻ ഫ്ലെയിം എന്ന വിശ്വാസത്തിൽ സാധാരണയായി പറയപ്പെടുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ആദ്യത്തെ ലക്ഷണം, ആദ്യ കാഴ്ചയിൽ തന്നെ ശക്തമായൊരു ബന്ധം തോന്നുക. ആ വ്യക്തിയെ മുമ്പെവിടെയോ കണ്ടിട്ട് ഉണ്ടെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു തോന്നൽ. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആ സമയം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സമയം ഭയങ്കര മിസ്സിങ് ഫീലിംഗ്, എവിടെയോ മിസ് ചെയ്ത ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീല്. വർഷങ്ങളായിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഫീലിംഗ്. ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് ആദ്യത്തെ കണ്ടുമുട്ടൽ എന്ന് പറയുന്ന സ്റ്റേജ്. ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് കേട്ടോ. രണ്ടാമത്തത്, യാദൃശികമായ സംഭവങ്ങൾ വർദ്ധിച്ചു വരിക. ഒരേ പാറ്റേണിലുള്ള നമ്പേഴ്സ് കാണാം. ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. 111, 222, അതുപോലെ തന്നെ മിറർ നമ്പേഴ്സായ 1010, അതുപോലെ തന്നെ 1212, ഇതൊക്കെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരേ പാറ്റേണിലുള്ള നമ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ കാണുക, അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ കാണുക, ഇതൊക്കെയാണ് യാദൃച്ഛികമായിട്ടുള്ള. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടൽ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ മുമ്പിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരിക. ഒരേ ചിന്താഗതിയായിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ അദ്ദേഹവും ചിന്തിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നും. മൂന്നാമത്തത്, പരസ്പരം കണ്ണാടി പോലെ തോന്നുക എന്നതാണ്. നിങ്ങളെ നോക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തെയും നോക്കുന്നു എന്നാണ്. നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്ന പ്രതിബിംബം എന്താണോ അതാണ് അദ്ദേഹം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ ശക്തിയും ബലഹീനതയും ഒക്കെ അദ്ദേഹത്തെയും കാണുന്നു. വ്യക്തമായി നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നാലാമത്തത്, വികാരങ്ങൾ കൂടുതൽ തീവ്രമാക്കുക എന്നതാണ്. സന്തോഷവും സങ്കടവും ഒക്കെ നിങ്ങൾക്ക് അളവിൽ കൂടുതൽ നിങ്ങൾക്ക് ശക്തമായി അനുഭവപ്പെടും. ഒരു സഭയിൽ ചിലപ്പോൾ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സഭയിൽ നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് സങ്കടം ഫീൽ ചെയ്യുക, നിങ്ങളെ പോലും അറിയാതെ വെറുതെ ഇരുന്ന് കരയുക, വെറുതെ ഇരുന്ന് സന്തോഷിക്കുക. അത് നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അദ്ദേഹം അവിടെ കാണിക്കുന്ന ഏത് വികാരമാണോ അത് നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരിക എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ 5ാമത്തെ ഘട്ടമാണ് സെപ്പറേഷൻ ഘട്ടം എന്ന് പറയുന്നത്. വളരെ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ഘട്ടമാണ് ഈ സെപ്പറേഷൻ സ്റ്റേജ്. അത്രയധികം സ്നേഹിച്ച്, അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു കാരണമില്ലാതെ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അതാണ് ഈ സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സെപ്പറേഷൻ സ്റ്റേജ് നിങ്ങളെ ഡിപ്രഷനിലേക്കൊക്കെ നയിക്കും. ഈ സെപ്പറേഷൻ സ്റ്റേജിൽ നിന്നാണ് നിങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുക. ട്വിൻ ഫ്ലെയിം ജേണിയിൽ 2ാമത്തെ സ്റ്റേജാണ് ഈ സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. വളരെ വേദനാകരമായിട്ടുള്ളൊരു സ്റ്റേജാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കരയണോ, ചിരിക്കണോ, വേദനിക്കണോ എന്നുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ ഈ സെപ്പറേഷൻ സ്റ്റേജിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല, നിങ്ങൾക്ക് മിസ്സിങ് ഫീൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആദ്യമേ വേദന ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവും. ഈ സെപ്പറേഷൻ സ്റ്റേജ് 2 വ്യക്തികൾ തമ്മിലുള്ള അകലമായിരിക്കും, പക്ഷേ 2 ആത്മാക്കൾ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവും, ഒരുമിച്ചായിരിക്കും ഈ സെപ്പറേഷൻ സ്റ്റേജിലുണ്ടാവുക. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് നോക്കുക. ബാക്കി 5 ലക്ഷണങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ഇനിയും പുതിയ ട്വിൻ ഫ്ലെയിം വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.